ഇവിടെ ഒരാൾ ചക്കക്കുരു നന്നാക്കുന്നു, ഒരാൾ മുരിങ്ങയില നന്നാക്കുന്നു. അപ്പം ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ കുറേ നേരത്തെ പണിയല്ലേ. വേറെ പറിക്കണോ? അത് മതിയോ? മതി. ചക്കക്കുരു ഇല്ലേ? ആ രണ്ടും കൂടെ ആകുമ്പോൾ അത് മതിയല്ലോ. ഫ്രഷ് കാന്താരി മുളക്. അപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നാക്കി പെറുക്കി വന്നപ്പോഴത്തേക്കും സമയം ഒരുപാടങ്ങ് പോയി. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയും വരാൻ തുടങ്ങി. ഇനി അടുപ്പേ വെച്ചുണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കും എല്ലാവരും കൂടി. അതുകൊണ്ട് വേഗം നമുക്ക് കുക്കറിൽ അങ്ങോട്ട് കയറ്റാം. കുക്കറിലാകുമ്പോൾ വേഗം അങ്ങ് ആയിക്കോളും. ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളെല്ലാ കറികളിലും നമ്മൾ ചേർക്കാറുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളുമല്ലോ. ഇനി വെള്ളം എന്ന് പറയുന്നത് ജസ്റ്റ് ആ ചക്കക്കുരുവിൻ്റെ ജസ്റ്റ് മേലെ നിന്നാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് തോരനായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തോരനായിട്ട് വെള്ളം വറ്റി കിട്ടണമല്ലോ, അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമുക്കിത് വേഗം കുക്കറടച്ച് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാം. കുക്കറിൽ ഒരു വിസിൽ മതി. ഒരു വിസിലടിച്ചിട്ട് ആവി അങ്ങ് തുറന്നു വിടുക, എയർ തുറന്നു വിടുക. പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ കുക്കർ പിന്നെ നല്ല കണ്ടീഷനിലായതുകൊണ്ട് വിസിലടിച്ചാൽ അടിച്ചു എന്നുള്ളൂ. പിന്നെ നമുക്കിത് നല്ല ശീലമായതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. വിസിലടിച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ എയർ തുറന്നു വിടുക. അപ്പോഴത്തേക്കും ചക്കക്കുരു വേവും. വെച്ച് കഴിഞ്ഞിട്ട് എയർ തുറന്നു വിടാം കേട്ടോ. ഇല്ല ഇതുണ്ടോ, ഇവിടെ ഒരാൾ വന്ന് നോക്കി നിൽപ്പുണ്ട്. ഒരു ദിവസം നോക്കി വന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ അവന് ഫോൺ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. ആ ചക്കക്കുരു ഏകദേശം ഒന്ന് എയർ പോകുമ്പോഴത്തേക്കും അരപ്പിനുള്ള പരിപാടിയാണ്. ആദ്യം നമുക്ക് അരകെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇവിടെ കറണ്ടും പോയി ആ നേരത്തിന്. അപ്പോൾ ഇനി കറണ്ട് വന്നിട്ട് കറി ഉണ്ടാക്കാൻ നിന്നാൽ എല്ലാവരും വിശന്ന് ഒരു വഴിയാവും. അതുകൊണ്ട് വേഗം ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാലും മതിയല്ലോ. പിന്നെ അരകല്ലിലടയ്ക്കുന്ന ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. നാടൻ കറികൾക്കൊക്കെ അരകല്ലിലരയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ മിക്സി ഉപയോഗിക്കുന്നു. അതും ഒരു നല്ല, പക്ഷെ മിക്സി വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ജോലിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറിക്കൊണ്ടുണ്ട്. ഇത് ഒതുക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇതുപോലെ അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ എല്ലാ പണികളും വേഗത്തിൽ തീർക്കാൻ അതൊരു ഉപകാരമാണ്. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ തെങ്ങിന് അതുപോലെ തന്നെ കാന്താരി മുളക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അങ്ങ് അരച്ച് സെറ്റാണ്. ഒരുപാടൊന്നും അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. തേങ്ങ ഒന്ന് ചതയണം, അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരയ്ക്കാം. ഞങ്ങൾ ഇവിടെ എല്ലാം എണ്ണയിലിട്ടിട്ട് ആണ് കറിയിൽ ചേർക്കാറ്. ഈ കറിയിൽ പിന്നെ ഓരോ സ്ഥലത്തും രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടിടുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ അപ്പൂന് എല്ലുംതറയുടെ മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അരച്ച സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി കൂട്ടിയെടുക്കാം. അതുകൊണ്ട് അവൻ്റെ കാലിൻ്റെ ഇടയ്ക്കൂടെ കാണാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒതുക്കിയതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ അരകല്ല് കഴുകിയിട്ട് കുറച്ച് ആ ഒരു വെള്ളം കൂടി ഇച്ചിരി എടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. വെന്തിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ടാവും. കാരണം നമ്മൾ
ഒരു വിസിലടിച്ച് തുറന്ന് വിട്ടതാണല്ലോ. ഒന്ന് ഞെക്കി നോക്കാം ആയിട്ടുണ്ടോയെന്നറിയാം. കറക്റ്റ് പാകമൊക്കെ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വരാൻ പാകത്തിന്, അതാണ് കറക്റ്റ് കണക്ക്. ഇനി നമുക്കിതിൻ്റെ കടുകും കൂടെ പൊട്ടിച്ചാൽ വേഗം കഞ്ഞി കുടിക്കാം. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അതിന് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചീനച്ചട്ടി വെക്കണം, കാരണം നമുക്ക് മുരിങ്ങയിലയും കൂടെ ഇട്ട് ഇളക്കാനുള്ളതാണ്. കാരണം വെന്ത് കഴിയുമ്പം കാര്യം അധികം ഉണ്ടാവത്തില്ലെങ്കിലും ഇളക്കാൻ നേരത്ത് അത്യാവശ്യം വട്ടമുള്ള ഒരു പാത്രം എടുക്കുക നല്ലത്. ഇതിലോട്ട് നല്ല വെളിച്ചെണ്ണ, ഇത് നമ്മുടെ വീട്ടിൽ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കേട്ടോ. ഒരു 2-3 സ്പൂൺ ഒഴിക്കുക. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കാരണം വെളിച്ചെണ്ണയ്ക്കാണ് ഇപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ മമ്മി പറയുന്നുണ്ട് സൂക്ഷിച്ചുപയോഗിക്കണം എന്ന്. ഇതിലോട്ട് നമുക്ക് എണ്ണ തിളച്ച് കഴിയുമ്പോൾ കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളി പച്ചമുളക് വേവിച്ചിലും ചേർക്കണം. കറണ്ട് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊന്നും ഞാൻ ലൈറ്റ് വെച്ചിട്ടാണ് വെക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിലേക്ക് സംഭവങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നല്ല ചക്കപ്പൊടി നമ്മുടെ വെന്തയിലേക്ക് തട്ടിച്ചേക്കാം. എന്നിട്ട് നന്നായിട്ട് മുളക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി മിക്സാക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരക്കും കൂടെ നമുക്ക് അതിലേക്കും ചേർക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടാവും, കറണ്ട് ഇല്ല. പിന്നെ അടുക്കളയിൽ ആണെങ്കിൽ നല്ല മഴമൂടലുള്ളതുകൊണ്ട് തീരെ വെളിച്ചമില്ല. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാവട്ടെ. കാന്താരിമുളകും എല്ലാം കൂടി പിടിക്കട്ടെ. അപ്പോൾ ഇതിലാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നും കൂടെ നമ്മൾ ഈ സമയത്ത് നോക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് വെക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടങ്ങ് തിളക്കട്ടെ. കാരണം ഈ ഗ്രിപ്പ് ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് വയ്ക്കാൻ നമ്മൾ മുരിങ്ങയില ആകുമ്പോൾ കണക്കാകും. നല്ല തിളച്ച് വന്നപ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഒത്തിരി ഒന്നും തോന്നും. അങ്ങനെ ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ നിറയെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് ആവി കയറുന്നുണ്ട്. നമുക്ക് ചക്കപ്പൊരി നമ്മുടെ മുരിങ്ങയില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകും. മുരിങ്ങയില ഇടുന്നതിന് മുന്നേ ഇപ്പൊക്കെ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നല്ലത്. അത് പിന്നെ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്നെ ഞാനാണെങ്കിൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് ഇളക്കി. അപ്പോൾ നോക്കാൻ കുറച്ച് ചെയ്യാൻ പോകും. ഞാൻ നന്നായിട്ട് ഇളക്കി പോകാം കേട്ടോ, അല്ലെങ്കിൽ പാത്രം താഴെ വീഴും. നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ഒരുപാടങ്ങ് വേവണ്ട, ജസ്റ്റ് നാളെ കയറി സെറ്റായാൽ മതി. മീൻകറികളൊന്നും ഒരുപാട് വേവുന്നത് നല്ലതല്ല, കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് പോകും. ജസ്റ്റ് നാളെ കയറി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി സെറ്റാണെങ്കിൽ ഇനിയിപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കറി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം കഞ്ഞി കുടിക്കാൻ പോട്ടെ. നല്ല ചൂട് കഞ്ഞിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ പശുവിൻ്റെ പാൽ കൊണ്ടുണ്ടാക്കിയ നല്ല കട്ട തൈര് ഒരു 2-3 സ്പൂൺ അങ്ങ് കഞ്ഞിയിലേക്ക് ഒഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ചക്കപ്പൊരി മുരിങ്ങയില തോരൻ ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.